ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റിയ വളരെ ബെസ്റ്റ് ആയിട്ടുള്ളതും വർക്കിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മണി മാനേജ്മെൻറ്റ് ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. മണി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അതിൻ്റെ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ടെക്നിക്കിൻ്റെ പേര് കാൽക്കുലേറ്റർ ട്രേഡിംഗ് എന്നാണ്. കാൽക്കുലേറ്റർ ട്രേഡിംഗ് മീൻസ് എത്ര പേര് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ എടുത്ത് അടുത്ത് വയ്ക്കാറുണ്ട് എന്നുള്ളത് അറിയില്ല. മിക്കവാറും പേരും ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഒഴിച്ചിട്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്ന ആൾക്കാർ ഒഴിച്ചിട്ട് ബാക്കി ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് ഈ ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ സംഭവം. ഇതെന്തിനാണ്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റർ വച്ച് തന്നെ ട്രേഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ സഹിതമാണ് ഞാൻ ഇപ്പം പറയാനായിട്ട് പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. രണ്ട് പേരുടെ എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ഒരാൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു മണി മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ആളും, മറ്റൊരാൾ ക്യാഷ്വലായിട്ട് ഏതൊരാളും പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന പോലെ ട്രേഡ് ചെയ്യുന്ന ആളും, ഇത് തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, രണ്ട് സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നു. 2 ദിവസമായിട്ടാണ് ട്രേഡ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം ഒരു ട്രേഡ് എടുക്കുന്നു, 2 പേരും ഒരേ ട്രേഡ് തന്നെ എടുക്കുന്നു, ഒരേ സ്റ്റോക്കിൽ ഒരേ ട്രേഡ് തന്നെ എടുക്കുന്നു, ഒരേ ലാഭം തന്നെ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ദിവസവും നമ്മൾ വേറൊരു സ്റ്റോക്ക് എടുക്കുന്നു, ആ ഒരു സ്റ്റോക്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 2 പേർ, ഒരാൾ മണി മാനേജ്മെൻറ്റ് നോക്കിയിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതും മറ്റൊരാൾ മണി മാനേജ്മെൻറ്റ് നോക്കാതെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ ട്രേഡ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസാണ് ഞാൻ ഈ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റോക്ക് റിലയൻസ് ആണ്. റിലയൻസിൻ്റെ പ്രൈസ് 1500 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ 2 ആൾക്കാർ ഈ ഒരു സ്റ്റോക്കിൽ എൻ്റർ ചെയ്യുകയാണ്. ഒരു ഫസ്റ്റ് ദിവസം 2 പേര് എൻ്റർ ചെയ്യുകയാണ്. നമ്മൾ സെല്ലാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം 1500 റേഞ്ചിൽ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ മണി മാനേജ്മെൻറ്റോ കാൽക്കുലേറ്ററോ ഉപയോഗിക്കാതെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് 100 ക്വാണ്ടിറ്റി വാങ്ങാം എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്നു വിചാരിക്കാം. 100 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപയ്ക്കുള്ള സാധനമുണ്ട്, 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്റ്റോക്കുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പേഴ്സൺ എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് നോക്കി വാങ്ങുന്നു. അതായത് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് നോക്കുന്നില്ല, 1.5 ലക്ഷം രൂപ എന്നുള്ളത് മാത്രം നോക്കി വാങ്ങുന്നു. അപ്പോൾ ആ ആൾ ചെയ്യുന്നത് കാൽക്കുലേറ്റർ എടുക്കും, 1.5 ലക്ഷം എന്നടിക്കും, 1.5 ലക്ഷം രൂപയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് 1500. അപ്പോൾ എത്ര സ്റ്റോക്കാണ് വാങ്ങിയാലാണ് 1.5 ലക്ഷം രൂപ വർത്ത് വരുന്നതെന്ന് നമുക്ക് കിട്ടും. അത് 100 തന്നെ കിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ട്രേഡ് ഈ 2 പേരും ഒരേ രീതിയിൽ തന്നെയാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു റിസൾട്ട് പ്രോഫിറ്റബിളായി എന്ന് വിചാരിക്കുക. 2 പേര് 1% പ്രോഫിറ്റ് ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അതായത് 1500 രൂപ. അതായത് 2 പേരും ഒരേ സെയിം ക്വാണ്ടിറ്റി തന്നെ എടുത്തതുകൊണ്ടും ഒരേ സ്റ്റോക്ക് തന്നെ എടുത്തതുകൊണ്ടും ഒരേ ലെവലിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു 1500 രൂപയാണ് 2 പേർക്കും പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. വ്യത്യാസം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കാൽക്കുലേറ്റർ വച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് നോക്കാതെ എത്ര രൂപയ്ക്ക് വാങ്ങുന്നു എന്നുള്ളത് മാത്രം നോക്കി ട്രേഡ് എടുത്തു. ആദ്യത്തെ ആൾ എത്ര ക്വാണ്ടിറ്റി ബൾക്കായിട്ട്, നമ്മൾ മിക്കവാറും മനസ്സിൽ തോന്നുന്ന 50 എടുക്കാം, 25 എടുക്കാം, അല്ലെങ്കിൽ 100 എടുക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബ്ലാങ്ക് ആയിട്ടൊരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തിട്ട് വാങ്ങണം. അപ്പോൾ ഇതിലിപ്പോൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ 2 പേർക്കും പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 1% പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞു, അന്ന് 2 പേരും സന്തോഷത്തോടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. അടുത്ത ദിവസം എത്തുന്നു. അടുത്ത ദിവസത്തെ ട്രേഡ് എന്ന് പറയുന്നത് MRF ആണ്. MRF പ്രൈസ് 80,000 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില എന്ന് പറയുന്നത്. ഇതും അന്നത്തെ പോലെ തന്നെ സെല്ലാണ് ചെയ്തത് എന്ന് വിചാരിക്കാം. 80,000 രൂപയിൽ വെച്ച് സെല്ല് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആസ് യൂഷ്വൽ, ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈല് എന്നുള്ളത് 50 100 മനസ്സിൽ തോന്നുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി എടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് പേഴ്സൺ അന്നും 100 ക്വാണ്ടിറ്റി തന്നെ എടുത്തു. MRFൻ്റെ 100 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 80 ലക്ഷം രൂപയോളം വരും. 80 ലക്ഷം രൂപ കൊടുത്ത് MRFൻ്റെ 100 ക്വാണ്ടിറ്റി അന്നത്തെ പോലെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. പ്രോഫിറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ രണ്ടാമത്തെ ആളും അത് തന്നെ ചെയ്തു. സെക്കൻഡ് പേഴ്സൺ 1.5 ലക്ഷം
രണ്ടാമത്തെ ആൾ 100 ക്വാണ്ടിറ്റി വെച്ചല്ല എടുക്കുന്നത്. രണ്ടാമത്തെ ആളിൻ്റെ മനസ്സിലുള്ളത് 1.5 ലക്ഷം രൂപയ്ക്ക് എടുക്കണം എന്നുള്ളത് മാത്രമാണ്. അതായത് ഇന്നലെ ഞാൻ 1.5 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്തു, ഇന്നും 1.5 ലക്ഷം രൂപയ്ക്ക് തന്നെ ട്രേഡ് ചെയ്യണം. ആദ്യത്തെ ആളിന് ഇന്നലെ ഞാൻ 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്തു, ഇന്നും 100 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ ആ സെക്കൻഡ് പേഴ്സൺ ഉറപ്പായിട്ട് 1.5 ലക്ഷം ഡിവൈഡഡ് ബൈ ആ ഒരു സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ്, അതായത് 80,000 ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 1 സംതിങ്ങേ വരുള്ളൂ, 2 വരില്ല. 2 വന്നു കഴിഞ്ഞാൽ 80 1,60,000 ആയിപ്പോവും. അപ്പോൾ 9 സംതിങ് മാറ്റിയിട്ട് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തു. ഈ ഒരു സ്റ്റോക്ക് സെല്ലാണ് ചെയ്തത്. രണ്ടും ഒരേ ലെവലിൽ തന്നെയാണ് സെല്ല് ചെയ്തതെന്ന് വിചാരിക്കുക. പക്ഷേ ആ ഒരു സ്റ്റോക്ക് നമുക്ക് ലോസാണ് സംഭവിച്ചതെന്ന് വിചാരിക്കുക. ആ ഒരു സ്റ്റോക്ക് 0.5% ഓവറാൾ ലോസ് വന്നെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ ട്രേഡിൽ 1% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, രണ്ടാമത്തെ ട്രേഡിൽ 0.5% ലോസ് ബുക്ക് ചെയ്തു. അപ്പോൾ ടോട്ടൽ ഓവറോൾ 0.5% പ്രോഫിറ്റാണ് വരേണ്ടത്. അപ്പോൾ ഇനി റിയൽ ലൈഫ് കണ്ടീഷനിൽ നമുക്ക് 2 ട്രേഡർമാരെ പ്രോഫിറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടാമത്തെ പേഴ്സൺ ആദ്യത്തെ ട്രേഡിൽ 1,500 രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ട്രേഡിൽ 400 രൂപ ലോസ് വന്നു. കാരണം 80,000 രൂപയ്ക്കുള്ള സ്റ്റോക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 1% എന്ന് പറയുമ്പോഴത്തേക്ക് 800 രൂപ പോയി, 0.5% ലോസ് വന്നിട്ടുള്ളൂ. അതായത് 400 രൂപ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ രണ്ടാമത്തെ ദിവസം. എന്നാൽ പോലും 1,500 ഫസ്റ്റത്തെ ദിവസവും രണ്ടാമത്തെ ദിവസത്തെ 400 തമ്മിൽ ഡിഫറൻസ് ചെയ്യുമ്പോഴത്തേക്കും 1,100 റുപ്പീസ് രണ്ടാമത്തെ ദിവസവും പ്രോഫിറ്റിൽ തന്നെയാണ് സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ രണ്ടാമത്തെ ദിവസം ലോസ് വന്നെങ്കിൽ പോലും ഓവറോൾ പ്രോഫിറ്റിലാണ്. കാരണം ആ ഒരു 0.5% പ്രോഫിറ്റ് ഈസി ആയിട്ട് അത് നിലനിർത്താനായിട്ട് ആ രണ്ടാമത്തെ ആളിന് പറ്റിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ആളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ആൾ ആദ്യത്തെ ദിവസം 1,500 റുപ്പീസ് പ്രോഫിറ്റ് എടുത്തു. പക്ഷേ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ആളിന് വന്ന പ്രോഫിറ്റ് ക്വാണ്ടിറ്റി ഒരുപാട് കൂടിപ്പോയത് കൊണ്ട് തന്നെ, ഒരുപാട് കൂടുതലല്ല, ആ ഒരു പേഴ്സൺ എടുക്കുന്ന സെയിം ക്വാണ്ടിറ്റി തന്നെയാണ്, പക്ഷേ വാല്യൂ ഒരുപാട് കൂടിപ്പോയത് കൊണ്ട് തന്നെ ലോസ് ഒരുപാട് വന്നിട്ടുണ്ട്. അതായത് 80,000 രൂപയുടെ ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ ആ ഒരു ഡിഫറൻസ് എടുക്കുമ്പോഴത്തേക്കും സെക്കൻഡ് പേഴ്സണ് 22,500 രൂപ ഓവറോൾ ലോസാണ് വന്നിട്ടുള്ളത്. ഈ 2 ദിവസത്തെ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും ഉള്ള അന്തരം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരേ ട്രേഡ് ഒരേ സ്റ്റോക്ക് ഒരേ പോയിന്റിൽ ഒരേ രീതിയിൽ ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പോലും 2 പേർക്കും വന്ന റിസൾട്ട് 2 രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷൻ കേട്ടിട്ട് ട്രേഡ് എടുക്കുന്നത് മാത്രമല്ല ട്രേഡിങ്ങിൽ ഇമ്പോർട്ടൻ്റ്. മണി മാനേജ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി ഒരു 3ാമത്തെ ദിവസം പോകുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് പേഴ്സൺ മെൻ്റൽ സ്ഥിതി വേറെ ആയിരിക്കും, സെക്കൻഡ് പേഴ്സൻ്റെ മെൻ്റൽ സ്ഥിതി വേറെ ആയിരിക്കും. സെക്കൻഡ് പേഴ്സൺ ഉറപ്പായിട്ട് 1,100 രൂപ പ്രോഫിറ്റ് കിട്ടിയ ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് പിറ്റടുത്ത ദിവസം 1.5 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്ത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോകുന്നത്. ഒരു അതിന് പുറത്തായിട്ടായിരിക്കും ആ സെക്കൻഡ് പേഴ്സൻ്റെ സൈക്കോളജിയും ട്രേഡിങ് സൈക്കോളജിയും അതുപോലെ റിസൾട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പല കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴത്തേക്കാണ് നമ്മൾ സെക്കൻഡ് പേഴ്സൺ സക്സസ്ഫുള്ളും അതേ ട്രേഡ് ചെയ്യുന്ന ഫസ്റ്റ് പേഴ്സൺ ലോസിലും വരാനായിട്ട് കാരണം ഉണ്ടാക്കുന്നത്. ഇത് കൂടുതൽ ലോസിലേക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, മണി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ പല കാര്യങ്ങളും ട്രേഡിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എത്ര രൂപയ്ക്കാണോ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു ട്രേഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഒരു സ്ട്രാറ്റജി പിന്തുടർന്ന് പോയി ആ ഒരു സ്ട്രാറ്റജി ശരിക്കും പ്രോഫിറ്റാണ് വന്നത്. കാരണം ആ ഒരു സ്ട്രാറ്റജി ഫസ്റ്റ് ദിവസം 1% പ്രോഫിറ്റ് കൊടുത്തു, രണ്ടാം ദിവസം 0.5% ലോസ് കൊടുത്തു. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ആ സ്ട്രാറ്റജി പ്രോഫിറ്റിലാണ്. പക്ഷേ ആ സ്ട്രാറ്റജി പ്രോഫിറ്റിലാണെങ്കിൽ പോലും ഫസ്റ്റ് പേഴ്സണ് ആ ഒരു പ്രോഫിറ്റബിൾ സ്ട്രാറ്റജിയെ ട്രേഡിങ്ങിൽ പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ മിസ്റ്റേക്ക് സംഭവിച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ ഒരു രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം 2 ട്രേഡർമാരും ഒരേ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് 2 ട്രേഡർമാരെ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കും. സെക്കൻഡ് ട്രേഡർ പറയും നല്ല സ്ട്രാറ്റജിയാണെന്നും എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും പറയും. പക്ഷേ ഫസ്റ്റ് ട്രേഡർ ഇത്രയും വലിയ ലോസ് വരുത്തിയതിന് ശേഷം ഉറപ്പായിട്ടും പറയും ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല, ഇത് സ്ട്രാറ്റജിയുടെ പ്രശ്നമാണ് എന്നുള്ള രീതിയിലായിരിക്കും ആ ഫസ്റ്റ് ട്രേഡർ സംസാരിക്കുന്നത്. ശരിക്കും നമ്മുടെ അപ്രോച്ചും നമ്മുടെ രീതിയുടെയൊക്കെ ആയിരിക്കും ശരിക്കുമുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രാറ്റജി കണ്ടുപിടിക്കുക, വർക്കിംഗ് ആണോ പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ
പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എന്തുകൊണ്ട് അത് പ്രോഫിറ്റബിളാക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യുക. ഈ പറയുന്ന സിമ്പിൾ കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും ഡെഡ്ലി ആയിട്ട് മാറാറുള്ളത്. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. ഇത് അഡ്വാൻസ്ഡ് അറിയാവുന്ന ട്രേഡേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നാലും പലരും ഇതൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണാറില്ല പലപ്പോഴും. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ സഹിതം ഈ ഒരു ഡിഫറൻസ് പറഞ്ഞത്. ഇതിപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇത്രയും കൂടുതലായതുകൊണ്ടാണ് പ്രോഫിറ്റിലും അല്ലെങ്കിൽ ലോസിലൊക്കെ ഇത്രയും വലിയൊരു ഡിഫറൻസ് വന്നത്. പക്ഷേ നമ്മൾ നിത്യജീവിതത്തിൽ 1000 500 മുതൽ 100 200 മുതൽ 3000 5000 രൂപ വരെയുള്ള ട്രേഡുകൾ ചെയ്യാറുണ്ട്. അപ്പോഴും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് വളരെയധികം വ്യത്യാസമായിട്ട് വരും. നമ്മുടെ സ്ട്രാറ്റജി തന്നെയാണോ പ്രോബ്ലം, നമ്മളെ പ്രോഫിറ്റ് തരാത്തത്, അതോ നമ്മുടെ ട്രേഡിങ് സ്റ്റൈലാണോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഈ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ട്രേഡിങ്ങിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമേ ഇൻട്രാഡേയിൽ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഈ രീതിയിൽ തന്നെ ശ്രമിച്ച് നോക്കണം എന്ന് നോക്കേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതല. കാരണം സ്ട്രാറ്റജി നമ്മൾ എപ്പോഴും ബിൽഡ് ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് ടൈംസിലായിരിക്കും. കാരണം അതിൽ പിന്നെ നമ്മൾ വേരിയേഷൻസ് വരുത്താൻ പാടില്ല. നമുക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. കാരണം സ്ട്രാറ്റജി ഒരു 10% പ്രോഫിറ്റ് എന്നിട്ട് അതൊരു 2-3% ലോസ് തരും. അങ്ങനെ തന്നെയായിരിക്കും സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പൊസിഷൻ സൈസ് വെച്ചിട്ട് ആ ഒരു സ്ട്രാറ്റജിയെ നമ്മൾ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് ഒരിക്കലും നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ പൊസിഷൻ സൈസിങ്ങും മണി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. കൂടുതലും മണി മാനേജ്മെൻറ്റ് ടെക്നിക്കുകളുണ്ട്. ഞാനൊക്കെ അടുത്തടുത്ത വീഡിയോയിലേക്ക് പറയാവുന്നതാണ്. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് മാർട്ടിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ശരി.